വരുമാനം വർദ്ധിച്ചിട്ടും കേരളത്തിലെ ട്രെയിൻ യാത്രക്കാർ അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തോട് മുഖം തിരിക്കുന്ന നിലപാട് തുടരുകയാണ് കേന്ദ്ര സർക്കാർ. മുൻവർഷത്തേക്കാൾ യാത്രക്കാരുടെ എണ്ണം ലക്ഷക്കണക്കിന് വർദ്ധിച്ചിട്ടും കേരളത്തിലെ ട്രെയിനിലെ യാത്രക്കാർ ഇപ്പോഴും അവഗണനയുടെ വാതിലിൽ തൂങ്ങിയാണ് യാത്ര. ഈ വാർത്തയോടുകൂടി ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇനിയും കൂടുതൽ വാർത്തകളുമായി മിഡ് ഡേ ന്യൂസിൽ കാവ്യ ചേരും. ശരാശരി 5 ലക്ഷം പ്രതിദിന യാത്രക്കാരുമായി കേരളത്തിൽ സൂപ്പർഫാസ്റ്റുകളടക്കം 300 ട്രെയിനുകളാണുള്ളത്. ദീർഘദൂര യാത്രകൾക്കും പഠനത്തിനും ജോലി ആവശ്യത്തിനുമായി നിരവധി ആളുകൾ ആശ്രയിക്കുന്ന കേരളത്തിലെ ട്രെയിൻ യാത്രകളിൽ ദിനംപ്രതി യാത്രക്കാർ വർദ്ധിക്കുന്നുണ്ടെങ്കിലും ട്രെയിനിലെ അടിസ്ഥാന സൗകര്യങ്ങളടക്കം ഇപ്പോഴും പിന്നിലാണ്. അടിസ്ഥാന സൗകര്യങ്ങളിൽ പിന്നിലാണെങ്കിലും വരുമാനത്തിൻ്റെ കാര്യത്തിൽ മുൻപിലാണ് കേരളത്തിലെ മിക്ക സ്റ്റേഷനുകളും. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ യാത്രക്കാർ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന സംസ്ഥാനവും കേരളമാണ്. കേരളത്തിൽ നിന്നാകെ 2500 കോടി രൂപയോളമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ടിക്കറ്റ് വരുമാനമായി മാത്രം റെയിൽവേക്ക് ലഭിച്ചത്. എന്നാൽ ഈ പ്രകടനത്തിനനുസരിച്ചുള്ള വികസനം സംസ്ഥാനത്തിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. കൂടുതൽ യാത്രക്കാരെ എളുപ്പത്തെത്താൻ വേണ്ടി ട്രെയിൻ ആശ്രയിക്കുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് നമുക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അതായത് ട്രെയിൻ എണ്ണം കൂട്ടിയാൽ മാത്രമേ നമുക്ക് ഇവിടെ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ പറ്റൂ. ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ സ്ലീപ്പർ എടുത്തിട്ട് തന്നെ ബുദ്ധിമുട്ട്. അതിൽ ഫുള്ളാണ്. കണ്ണൂരിൽ നിന്നും തലശ്ശേരിയിൽ നിന്നൊക്കെ വരുന്ന യാത്രക്കാർക്ക് വേണ്ട രീതിയിലുള്ള പരിചരണവും സഹായങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ റെയിൽവേ കുറച്ചുകൂടി ജാഗ്രത കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. ട്രെയിനുകളിലെ അടിസ്ഥാന സൗകര്യ വികസന ഇല്ലായ്മയിൽ തുടങ്ങി നിശ്ചയിക്കപ്പെട്ട പരമാവധി വേഗത്തിൽ ട്രെയിനുകൾ പോകാൻ സാധിക്കുന്നില്ല എന്നതും പ്രധാന പരിമിതിയാണ്. ഇതിനു പുറമെ വന്ദേ ഭാരത് ട്രെയിനുകൾക്കായി മറ്റു വണ്ടികളും പിടിച്ചിടുന്നുണ്ട്. രാവിലെയും വൈകുന്നേരങ്ങളിലുമാണ് ട്രെയിനുകളിൽ വാഗൺ ട്രാജഡിക്ക് സമാനമായ തിരക്ക് അനുഭവപ്പെടുക. വെക്കേഷൻ കാലയളവിൽ തിരക്ക് 3 ഇരട്ടിയാകും. ട്രെയിനിലെ തിരക്ക് കാരണം ഒരുമിച്ച് വന്നവർ പോലും പല ട്രെയിനുകളിലായാണ് ലക്ഷ്യസ്ഥാനത്തെത്തുന്നത്. ചുരുക്കത്തിൽ ട്രെയിൻ യാത്രയോട് വെറുപ്പുളവാക്കുന്ന തിക്താനുഭവങ്ങളാണ് യാത്രക്കാർക്ക് എല്ലാവർക്കും പറയാനുമുള്ളത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.